50 രാജ്യങ്ങൾ താരിഫ് ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിനെ സമീപിച്ചെന്ന് അമേരിക്കയുമായി വ്യാപാര യുദ്ധത്തിനില്ല എന്ന് ഇന്ത്യ. അമേരിക്കയുമായുള്ള താരിഫ് ചർച്ചകൾ ശരിയായ ദിശയിലാണ് എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. ആഗോളതലത്തിൽ ചർച്ചയായി കഴിഞ്ഞ ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കത്തെ പ്രതിരോധിച്ച് ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതർ എത്തിയിരിക്കുകയാണ്. 50-ലധികം രാജ്യങ്ങൾ ചർച്ചകൾക്കും വിലപേശലിനുമായി ഇതിനോടകം വൈറ്റ് ഹൗസിനെ സമീപിച്ചു കഴിഞ്ഞുവെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇന്ന് പറയുകയുണ്ടായി. Market reaction. Look, we get these short-term market reactions from time to time. The market consistently underestimates Donald Trump. എന്നാൽ ഈ രാജ്യങ്ങളുടെ പേരുകൾ പുറത്തുവിടുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. താരിഫിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുവാനുള്ള സാധ്യതയെ ബെസൻ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. Doesn't have to be a recession. Who knows how the market is going to react in a day, in a week. What we are looking at is building the long-term economic fundamentals for prosperity. അമേരിക്കയിലെത്തുന്ന മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന ചുങ്കമായ 10% US കസ്റ്റംസ് ശനിയാഴ്ച മുതൽ ചുമത്തി തുടങ്ങി. ഇന്ത്യക്കെതിരെ ചുമത്തിയ 26% താരിഫിന് പകരം ചുങ്കം ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. India very tough, very tough. They're not treating us right. They charge us 52%. You have to understand, we charge them almost nothing for you. അമേരിക്കയുമായി ഇത് സംബന്ധിച്ച് വ്യാപാര ചർച്ചകൾ ആരംഭിച്ചതായും കാര്യങ്ങൾ ശരിയായ ദിശയിൽ പുരോഗമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തായ്വാൻ ആകട്ടെ സീറോ താരിഫുകൾ എന്നൊരു ഓഫർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുവാനും കൂടുതൽ തായ്വാൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപം ചെയ്യുവാനും തയ്യാറാണെന്ന് തായ്വാൻ പ്രസിഡന്റ് ലൈ ചിങ് ടെ പറയുകയുണ്ടായി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരിക്കര, 24.